മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ പടച്ചവനെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. പള്ളിയിലെ ഒന്നാമത്തെ സഫിലാണ് ഇരിക്കുന്നത്. എപ്പോ നോക്കിയാലും പള്ളിയിലാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ആ ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാ. എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക്, ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് കേറി പിടിക്കുകയാ. കാണാനടകുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഈ ചെറുപ്പക്കാരന് ഒരു സുന്ദരിയായ പെണ്ണ് കേറി പിടിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, ചെറുപ്പക്കാരാ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ ചെറുപ്പക്കാരാ? ആരും കാണില്ല, ആരും കാണില്ല, ഒരു പ്രാവശ്യം എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ എന്ന് ഒരു പെണ്ണ് തന്റെ ശരീരത്തിലേക്ക് ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുമ്പോ, അല്ലാഹുവേ, ഒരു പെണ്ണിന്റെ ശരീരത്ത് ഞാൻ തൊട്ടുപോയല്ലോ റബ്ബേ, ഖസറ ദുനിയാ വൽ ആഖിറ, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ റബ്ബേ. നാളെ ഞാൻ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇതിന് മറുപടി പറയേണ്ടി വരുമല്ലോ അല്ലാ. ഒരു സുന്ദരിയായ പെണ്ണ് പാതിരാത്രി തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട്, അവിടെ എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ, ഒരാളും കാണില്ല എന്ന് പറഞ്ഞ് യാചിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പേടിച്ച് തളർന്നു വീഴുകയാ. പടച്ച റബ്ബിനെ കുറിച്ചുള്ള പേടി കാരണം ആ ചെറുപ്പക്കാരൻ തളർന്നു വീഴുകയാണ്. റബ്ബേ, ഏതോ വഴിയാത്രക്കാരെടുത്തുകൊണ്ട് ആ പൊന്നുമോനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ പൊന്നുമോനെ വീടിനകത്തേക്ക് കൊണ്ടുപോയി തന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ മുന്നിൽ പൊന്നുമോനെ കൊണ്ടുവെക്കുമ്പോ അവിടെ നിന്ന് ബോധം തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിക്കുന്നു, മോനെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ, ഒരു പെണ്ണെന്നെ കേറി പിടിച്ചു വാപ്പാ, എന്റെ ശരീരം ആ പെണ്ണിന്റെ ശരീരവുമായി സ്പർശിച്ചു വാപ്പാ, എനിക്ക് അല്ലാഹു ശിക്ഷ തരുവോ, അതോ പേടിച്ച് പിന്മാറിയതിന് പകരം പ്രതിഫലമാണോ തരുന്നത്? പ്രിയപ്പെട്ട വാപ്പയോട് പൊന്നുമകനെ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പോയി ചോദിക്കുവാപ്പാ. അവസാനം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോര് പറയുമ്പോ അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ പോയി കാര്യങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ്, നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. അങ്ങോട്ടൊരു പെണ്ണിനെ കേറി പിടിച്ചതല്ല, അങ്ങോട്ടൊരു പെണ്ണിനെ കയറി പിടിച്ചതല്ല, ഒരു പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചതാണ്, ഒരു പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചതാ. പക്ഷേ ഇങ്ങോട്ട് പിടിച്ചപ്പോ പോലും അല്ലാഹുവേ, അവിടെ നിന്ന് പേടിച്ചിട്ട് ബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് ചിന്തിച്ച് ചിന്തിച്ച് ആ ചെറുപ്പക്കാരന് ഹൃദയം പൊട്ടിയിട്ട് മരിച്ചു പോവുകയാ. ആ ചെറുപ്പക്കാരന്റെ ജനാസ കൊണ്ടുവന്ന് ആറടി മണ്ണിനകത്തേക്ക് ഇറക്കി വെക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, പൊന്നുമോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ, മോനെ, ഒരു തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയപ്പോ പടച്ച റബ്ബിനെ കുറിച്ച് പേടിച്ചിട്ട് മാറിയ പൊന്നുമോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ, നിനക്ക് നാളെ പടച്ച റബ്ബ് 2 സ്വർഗം തരുമെന്ന ഖുർആനിന്റെ ആയത്ത് ഓതുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഞാനും നിങ്ങളും പടച്ചവനെ എത്രയോ പ്രാവശ്യം തെറ്റ് ചെയ്തവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, എല്ലാ പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാനുള്ള അവസരമാണ്. പടച്ച റബ്ബ് നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ ആയുസ് തരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ചെയ്തു പോയത് പടച്ച റബ്ബിനോട് ഏറ്റു പറയാരാ. അതുകൊണ്ട് ഫോൺ വിളിച്ചവരുണ്ട്, പടച്ചവനെ
വൃത്തികേടുകൾ കാണിച്ചവരുണ്ട്, അന്യപുരുഷന് ചിത്രമയച്ചു കൊടുത്തവരുണ്ട്, അന്യപുരുഷനുമായി ശരീരത്തിൽ തൊട്ടവരുണ്ട്. എല്ലാം ഇന്ന് വരെ ആരും അറിയാത്തത് നിന്റെ കഴിവ് കൊണ്ടാണെന്ന് കരുതല്ലേ. പടച്ചുറപ്പ് നിന്നോട് കാണിക്കുന്ന കരുണയാ, അള്ളാഹു നിന്നോട് കാണിക്കുന്ന കരുണയാ. നിന്റെ മക്കളെ കുറിച്ച് ഓർത്തിട്ടാണ് പെങ്ങള്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അള്ളാഹു നീതിമാനാണ്, അള്ളാഹു നീതിമാനാണ്. ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്ന മനുഷ്യന് നാളെ പടച്ചുറപ്പിന്റെ സ്വർഗത്തിൽ 2 സ്വർഗമുണ്ടെന്ന് അള്ളാന്റെ റസൂല് പറയുമ്പോ പ്രവാചകന്റെ മുന്നിലേക്ക് പടച്ചവരെ മായിസ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരനായ സഹാബിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്ന് എന്ന് പറയുന്നു, അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ തെറ്റ് ചെയ്തു നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, പോ മായിസ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പറഞ്ഞു വിടുകയാ. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ സമാധാനമില്ല. രണ്ടാമതും വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനൊരു പെണ്ണുമായി വ്യഭിചരിച്ചു നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കുമോ നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സഹാബാ, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് സഹാബാ. സഹാബത്ത് മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, കള്ളു കുടിച്ചിട്ടില്ല. മൂന്നാമതായിട്ടും മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് ചെന്ന് കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ തെറ്റു ചെയ്തു എന്ന് അംഗീകരിക്കുന്നു നബിയേ. എനിക്കറിയാ എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ വിധിയെന്ന് എനിക്കറിയാ. എങ്കിലും എനിക്ക് കുഴപ്പമില്ല നബിയേ, ഇവരോട് എന്നെ എറിഞ്ഞു കൊല്ലാ പറ നബിയേ, ഇവരോട് എന്നെ എറിഞ്ഞു കൊല്ലാ പറ നബിയേ. നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടാൽ, ഈ സഹാബത്തിന്റെ മുന്നിൽ മുഴുവനും ഞാൻ നാണം കെട്ടാലും എനിക്ക് കുഴപ്പമില്ല നബിയേ. അള്ളാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു വ്യഭിചാരിയെ പോലെ കടന്നു പോകാ, ഒരു വൃത്തികെട്ടവനെ പോലെ കടന്നു പോകാ. കോടാരി കൂടി ജനങ്ങൾക്ക് മുന്നിൽ ഒരു വ്യഭിചാരിയെ പോലെ നിൽക്കാൻ എനിക്ക് വയ്യ നബിയേ. അങ്ങല്ലേ പറഞ്ഞത്, അങ്ങല്ലേ പറഞ്ഞത്, ഒരു തെറ്റിന്റെ പേരിൽ അള്ളാഹു 2 പ്രാവശ്യം ശിക്ഷിക്കില്ല എന്ന്. അതുകൊണ്ട് എന്നെ എറിഞ്ഞു കൊല്ലാ പറ നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകർ മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു, സഹാബാ, എറിഞ്ഞു കൊല്ലു സഹാബാ. അള്ളാന്റെ റസൂല് പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. സഹാബത്ത് വലിയ വലിയ കല്ലെടുത്തിട്ട് എറിയുകയാണ്. മായിസ് റളിയല്ലാഹു തആല അൻഹു ഏറുകൊണ്ടിട്ട് പടച്ചവരെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാ. തന്റെ ശരീരം വേദനിച്ചപ്പോ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മായിസ് റളിയല്ലാഹു തആല അൻഹു മരണവെപ്രാളത്തിൽ ഓടുകയാണ്. സഹാബത്ത് പുറകെ ഓടി, പടച്ചവനെ ഓടി രക്ഷപ്പെട്ടു കഴിഞ്ഞു. സഹാബത്ത് മടങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയേ, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു സമാധാനമായി. പടച്ചവരെ അല്പസമയം കഴിഞ്ഞപ്പോ മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വേച്ച് വേച്ച് നടന്നു വരികയാണ്. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, അറിയാതെ ഓടിപ്പോയി നബിയേ. ശരീരം വേദനിച്ചപ്പോ അറിയാതെ ഓടിപ്പോയി നബിയേ. അതുകൊണ്ട് സ്വഹാബത്തിനോടൊരു കുഴി കുത്താൻ പറ. ഒരു കുഴി കുടിച്ചിട്ട് എന്നെ അതിനകത്ത് ഇറക്കി നിർത്തിയിട്ട് എന്റെ കയ്യും കാലും കെട്ടികെട്ടി എറിയാ പറ നബിയേ. ഓടണമെന്ന് വിചാരിച്ചാൽ എനിക്കോടാറ് കഴിയില്ലല്ലോ നബിയേ.
എന്റെ പ്രിയമുള്ളവരെ, അവസാനമായി റളിയല്ലാഹു തആല അൻഹുവിനെ കുഴിക്കകത്ത് നിർത്തിയിട്ട് സ്വഹാബത്ത് മുഴുവനും കല്ല് പറക്കി എറിഞ്ഞു കൊല്ലുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം ഒരിക്കൽ ആ സ്വഹാബിയുടെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോയപ്പോ ഒരു സഹാബി പറഞ്ഞു, ഇവൻ നഷ്ടപാടിയാണ്, ഇവൻ നഷ്ടപാടിയാണ്, ഇവന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തിയല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബ, നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയല്ലേ. മായിസ് പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ കിടന്ന് സുഖിക്കുകയാ. എന്തിനാണ് പറഞ്ഞതെന്നറിയോ ചെറുപ്പക്കാരാ? മോനെ, ഇവിടെ വെച്ച് കരഞ്ഞു ദുആ ചെയ്താൽ, ഇവിടെ വെച്ച് കരഞ്ഞു ദുആ ചെയ്താ പടച്ചവൻ നാളെ പരലോകത്ത് വെച്ച് നിന്നെ പിടിച്ചു നിർത്തൂലടാ. അല്ലാഹു കരുണയുള്ളവനാണ്, പടച്ച റബ്ബ് നീതിമാനാണ്. ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം, ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം അല്ലാഹു നിന്നെ ശിക്ഷിക്കില്ല. എന്റെ പ്രിയമുള്ളവരെ, മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ എറിഞ്ഞു കൊന്ന വാർത്ത ഇങ്ങനെ നാട് മുഴുവനും പരക്കുകയാണ്. ആ സമയത്ത് വ്യഭിചരിച്ച പെണ്ണുണ്ടല്ലോ, മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ ശാരീരികമായി ബന്ധപ്പെട്ട പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ ചെവിയിലെത്തുകയാ. സമാധാനമില്ല, സമാധാനമില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാനാണ് നബിയേ, മായിസിന്റെ കൂടെ വ്യഭിചരിച്ച പെണ്ണാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ല പോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിടുകയാണ്. ആ പെണ്ണ് പറഞ്ഞു, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു മായിസിന്റെതാ നബിയേ, എന്റെ വയറിനകത്ത് കിടക്കുന്ന കുഞ്ഞു മായിസിന്റെതാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എങ്കിലും നീ പ്രസവിച്ചിട്ട് വാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ പ്രസവം കഴിഞ്ഞു വാ. ആ പെണ്ണ് വീട്ടിലേക്ക് കടന്നു ചെന്നു. 9.5 മാസം കഴിഞ്ഞു. പടച്ചവനെ പ്രസവിക്കുകയാണ്. അല്ലാഹുവേ, പ്രസവം കഴിഞ്ഞ ഉടനെ ചോരക്കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, ചോരക്കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. നബിയേ, എന്റെ പ്രസവം കഴിഞ്ഞു നബിയേ, എനിക്കുള്ള ശിക്ഷ ദാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ കുഞ്ഞിന് 2 മാസം 2 വർഷം പാല് കൊടുത്തിട്ട് വാ. ഈ കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് വരെ പാല് കൊടുക്കണമല്ലോ. എന്നിട്ട് വരാൻ അല്ലാഹുവിന്റെ റസൂൽ പിന്നെയും പറഞ്ഞു വിടുകയാ. കാരണം കുഞ്ഞിന്റെ മനസ്സ് കണ്ട, കുഞ്ഞിന്റെ മുഖം കണ്ട മനസ്സ് മാറുമല്ലോ. പക്ഷേ ഈ പെണ്ണ് ചോരക്കുഞ്ഞുമായി കടന്നു പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം തന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ പ്രായമായപ്പോ ആ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, എന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നബിയേ, എനിക്കുള്ള ശിക്ഷ ദാ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയാണ്? നാളെ പടച്ചുറപ്പിന്റെ മുന്നിൽ തെറ്റുകാരായി നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചുറപ്പിന്റെ ദുർബാറിലേക്ക് ഇരു കടങ്ങൾ ഉയർത്തിയിട്ട് ആരും കാണാതെ പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് തൗബ ചെയ്താ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും പടച്ചുറപ്പ് പുറത്തു തരുമെന്ന് അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. എത്ര വലിയ കൊടുമ്പാപം ചെയ്താല്, കള്ളു കുടിച്ചാല്, പെണ്ണ് പിടിച്ചാല്, പരിശു തിന്നാലും, വൃത്തികേടുകൾ കാണിച്ചാല്, എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നീ പടച്ചുറപ്പിനോട് കരഞ്ഞു ദുആ ചെയ്താ അല്ലാഹു പുറത്തു തരാമെന്ന് പടച്ചുറപ്പ് തന്നെയാ പറഞ്ഞത്. നീ ചോദിക്കാൻ മടിക്കേണ്ട, നീ ചോദിക്കാൻ മടിക്കേണ്ട. എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും കുല്യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്.
അള്ളാഹുവാണ് പറഞ്ഞത് നബിയേ, എന്റെ ദാസന്മാരോട് പറ നബിയേ, അവര് കള്ളു കുടിച്ചവരാണെങ്കിലും, അവര് വ്യഭിചരിച്ചവരാണെങ്കിലും, അവര് പലിശ തിന്നവരാണെങ്കിലും, അവർ വൃത്തികേടുകൾ ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് ചോദിക്കാ പറ നബിയേ, അവർക്ക് ഞാൻ പുറത്തു കൊടുക്കാ നബിയേ, ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ റഹീമാണ് നബിയേ. അല്ലാഹുവാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബാ ഹുറൈറ ഇത്തഖിൽ മഹാരിമാ, ഹറാമിനെ സൂക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആബിദ് നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറയാ, ഹറാമുകളെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണ്ഡിതൻ നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് വ്യഭിചാരം, വലാ തഖ്റബു സിന, വ്യഭിചാരത്തിനോട് അടുക്കരുത്. വളരെ മോശമായ കാര്യമാണ്. കണ്ണുകൊണ്ട് കാണൽ, അന്യ പെണ്ണിന്റെ ശരീരം കാണൽ സാരല്ല. അന്യ പെണ്ണിന്റെ ശരീരം കണ്ടതിന്റെ പേരില 40 കൊല്ലം അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യൻ കാഫിറായി ചത്തുപോയത്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യൻ കള്ളു കുടിച്ചിട്ടല്ല കാഫിറായി മരിച്ചുപോയത്, പെണ്ണുങ്ങളുടെ ശരീരം കണ്ടതിന്റെ പേരില്ല. അല്ലാഹു നമുക്ക് കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കണ്ണുകൊണ്ട് കാണൽ ഹറാമ, ചെവി കൊണ്ട് കേക്കൽ ഹറാമ, നാവ് കൊണ്ട് പറയൽ ഹറാമ, കൈകൊണ്ട് പിടിക്കുക. ഒരു പെണ്ണിനെ ബസ്സിൽ കയറുമ്പോ തോണ്ടാൻ, ആളെ ട്രെയിനിൽ കയറുമ്പോ തോണ്ടാൻ, കല്യാണം വീട്ടിൽ തോണ്ടാൻ, അങ്ങനെ നരമ്പ് രോഗികൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാളും നല്ലത് പന്നിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു രണ്ടാമത്തെ കാര്യം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വറള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നൻ നാസ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരെന്നറിയോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. നിർത്താറായോ? ബോറടിച്ചു തുടങ്ങിയ? ബോറടിച്ചു തുടങ്ങിയ? ഇല്ല, പിന്നെന്താ മരിച്ചു വിട്ടിരിക്കണോരിക്കണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ നാട്ടിലെ ഈ ഇരിക്കുന്ന ആൾക്കാരിലെ ഏറ്റവും വലിയ കോടീശ്വരൻ 1 കോടി രൂപ ഉള്ളവനല്ല, ബെൻസ് കാറുള്ളവനല്ല, മാളിക പോലെ വലിയ കൊട്ടാരമുള്ളവനല്ല, ബിൽഡിങ്ങുകളുള്ളവനല്ല. അള്ളാഹു തന്നത് ചെറിയ ഒരു വീടും കഞ്ഞിയും പേരാണെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാതെ പോയത് ഈ സാധനമാണ്. നമുക്കില്ലാതെ പോയതും ഇത് തന്നെയാ. മഹാനായ പ്രവാചകന് പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇൻ റളീത ബിമാ കസംതു ലക അറഹതു ഖൽബക വ ബദനക വ അന്ന മഹ്മൂദ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? നിനക്ക് അല്ലാഹു സമാധാനവും സന്തോഷവും ഉള്ള ഒരു ജീവിതം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ അള്ളാഹു നിനക്ക് മനസമാധാനവും സന്തോഷവും ഉള്ള ഒരു ജീവിതം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അങ്ങനല്ല. നമുക്കാണെങ്കിൽ പടച്ചവനെ മറ്റുള്ളവൻ അള്ളാഹുവേ അവന് കൊടുത്തു എനിക്ക് തന്നില്ല, അങ്ങനെ നമുക്ക് അങ്ങോട്ടും കിട്ടും. മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിച്ചിട്ട് ഒന്നും നേടാനില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്ക് കിട്ടേണ്ട 1 രൂപ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട ഈ ഇരിക്കുന്ന ഹാജിയാർക്ക് കിട്ടുമോ? ഞാൻ ഹാജിയാര് തലകുത്തി മറിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട 1 രൂപ ഹാജിയാർ കിട്ടൂല. അത് അള്ള തീരുമാനിച്ച് അങ്ങനെ വെച്ചതാ. എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടും, ഹാജിയാർക്ക് കിട്ടേണ്ടത് ഹാജിയാർ കിട്ടും. ഹാജിയാരുടെ പൈസ കണ്ടിട്ട് ഞാൻ തലകുത്തി മറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിന്ന് അസൂയ, കൂടപ്പിറപ്പുകൾ പോലും അസൂയ, കൂടപ്പിറപ്പുകളോട് പോലും വല്ലാത്ത അസൂയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ. എന്തിന്റെ പേരിൽ? എന്റെ പ്രിയപ്പെട്ടവരെ, അസൂയ വെച്ചാൽ കിട്ടണ പണിയറിയോ? അസൂയ വെച്ച നീ അള്ളാഹു മറ്റൊരു മനുഷ്യന് കൊടുത്തിട്ട് നിനക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ പേര് നീ അസൂയ വെക്കുന്നു. നീ അപ്പൊ അസൂയ വെക്കുന്നത് അവനോടല്ല, അള്ളഹാനോടാ. അള്ള കാണിച്ചത് ശരിയായില്ല എന്നാ നീ വരിക.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മറ്റൊരുത്തന്റെ പണവോ സമ്പത്തോ കണ്ടിട്ട് നിങ്ങൾ അസൂയ വെച്ചാ അള്ളാഹു നിങ്ങൾക്ക് 4 പണി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളൊക്കെ വിചാരിക്കുന്ന നീ ഇങ്ങനെ പന പോലെ വളരുന്നത് നിന്റെ കഴിവ് കൊണ്ടാണ്? നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട്. ചില ആൾക്കാർ വിചാരിക്കും, പടച്ചോനെ ഞാൻ എന്താ തൊടുന്നതൊക്കെ നല്ല പോലെ ആവോ, കച്ചവടമൊക്കെ നല്ല ലാഭം, എനിക്കെന്തോ അള്ളാഹു വാരിക്കോരി തരുന്നു, എന്റെ തഴമ്പ് കണ്ടിട്ടാ, അല്ലെങ്കിൽ എന്റെ കുടുംബം ഒന്നുമല്ല. പഠിച്ചു വെച്ചൊരു ഇൽമ ഞാൻ പറഞ്ഞുതരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസൂയ വെക്കുന്ന മനുഷ്യൻ അള്ളാഹു 4 ശിക്ഷ കൊടുത്തു പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാവരും നേരെ ഇരുന്നിട്ട് കേക്ക്. അയൽവാസിയുടെ കൊട്ടാരം കണ്ടിട്ട് കണ്ണു തെള്ളുന്നവൻ, തന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കടയ്ക്കകത്ത് നല്ല കച്ചവടമുണ്ട്, ഇവന് കച്ചവടം ഇല്ല, അവൻ ഇങ്ങനെ നോക്കി പ്രാപിക്കൊണ്ടിരിക്കുന്നവൻ, നിനക്ക് അള്ളാഹു 4 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഇല്ല, ഇന്ന് പരസ്പരം ഏറ്റവും കൂടുതൽ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു മനുഷ്യനോട് ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ട്. ആദ്യം അസൂയ തോന്നുന്നത് ആർക്കാ? നിങ്ങളോട്. നിങ്ങൾക്ക് ഏറ്റവും ഒരാളോട് ഏറ്റവും കൂടുതൽ അസൂയ ആദ്യം തോന്നുന്ന ആർക്കാന്നറിയാവോ? നാട്ടുകാർക്കോ അയൽവാസികൾക്കോ ഒന്നുമല്ല, നിന്റെ കൂടപ്പുറപ്പിന് തന്നെ ആയിരിക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരാളോട് ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ടാകുന്ന അയൽവാസിക്കായിരിക്കത്തില്ല, മറ്റുള്ള കുടുംബക്കാർക്കായിരിക്കത്തില്ല, നിന്റെ കൂടപ്പുറപ്പിനായിരിക്കും. തെളിവ് വേണോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. ഉറക്കെ പറ, എന്താ നബിയുടെ പേര് ഇട്ടിട്ടുണ്ടായിരിക്കണേ? യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കണ്ടു. വാപ്പാന്റെ അടുക്ക പോയി യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, വാപ്പ ഞാനൊരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നം പറഞ്ഞു കൊടുത്തപ്പോ യാക്കൂബ് നബി മോനോട് പറഞ്ഞ മറുപടി എന്താ? മോനെ, നാട്ടുകാരോട് പറയരുതെന്നല്ല പറഞ്ഞേ, നിന്റെ കൂടപ്പുറപ്പുകളോട് പറയരുത്. യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നീ നിന്റെ സഹോദരങ്ങളോട് പറയരുതെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെന്തേ പറഞ്ഞാൽ അവർക്ക് നിന്നോട് അസൂയ തോന്നും. പക്ഷെ എന്ത് സംഭവിച്ചു? യൂസുഫ് നബി പറഞ്ഞു, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ തയ്യാറായത് കൂടപ്പുറപ്പായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആദ്യ അസൂയ തോന്നുന്നത് കൂടെ പറയും, എന്റെ അനിയനല്ലേ നന്നായിരിക്കട്ടെ, എന്റെ അനിയനല്ലേ, നാവ് കൊണ്ട് പറയും, എങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ചെറിയത്. അതുകൊണ്ടാണ് മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പണ്ഡിതന്മാരൊക്കെ പറയണത്, സഹോദരങ്ങൾ അടുത്തടുത്ത് കിടക്കാൻ പാടില്ല. സഹോദരങ്ങൾ, കുടുംബക്കാരിങ്ങനെ അടുത്തടുത്ത് കിടക്കാൻ പാടില്ല. അടുത്തു കഴിഞ്ഞാൽ പിന്നെ പടച്ചോനെ വല്ലാത്ത ശത്രുതയായിരിക്കും. പക്ഷെ ചില ആൾക്കാരുണ്ട്, സഹോദരങ്ങൾ പരസ്പരം നല്ല സ്നേഹത്തോടു കൂടി കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ചു മാത്രമേ ഉള്ളൂ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇന്നും ഒരു കൂടപ്പുറപ്പായിട്ട് തല്ലാനല്ല ഞാനിത് പറഞ്ഞത്. എന്നിട്ട് നോക്ക്, കൂടപ്പുറപ്പായിട്ട് തല്ലുണ്ടാക്കാനല്ല പറഞ്ഞത്. നീ മറ്റൊരാളോട് അസൂയ വെച്ച നിനക്ക് അല്ലാഹു തരുന്ന 4 ശിക്ഷ. ഒന്ന് കേട്ടോ, നേരെ ഇരിക്കും മനുഷ്യന്മാരെ, നേരെ ഇരിക്കും. ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു നിനക്ക് ടെൻഷൻ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ കൂട്ടിക്കോ, നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയോട് നീ അസൂയ വെച്ച നിനക്ക് കിട്ടണ ഒന്നാമത്തെ പടി, നിനക്ക് സമാധാനം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. നിനക്കല്ല സമാധാനം തരൂല. നീ നിന്നെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ അവനെ കുറിച്ച് ചിന്തിക്കും. ഒന്നാമതായിട്ട് അള്ളാഹു നിനക്ക് തരുന്നത്. 2, എന്നിട്ട് നോക്കിയോ, രണ്ടാമത്തെ ശിക്ഷ, മറ്റുള്ളവന്റെ സമ്പത്ത് കണ്ടിട്ട്, അവന്റെ ഏതെങ്കിലും അള്ളാഹു കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ, അള്ളാഹു അവന്റെ കൽബിൽ ദാരിദ്ര്യം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കോടികളുടെ ആസ്തിയുണ്ട്, എന്നാലും 10 നയാ പൈസ പാവപ്പെട്ടവർ കൊടുക്കത്തില്ല. പിന്നെയും കൂട്ടി വെക്കും. അറിയില്ലേ? എത്രയോ ആൾക്കാരുണ്ട്, കോടികളുടെ ആസ്തി, അവൻ എത്ര പണം ഉണ്ടെന്ന് അവനെന്നറിയില്ല, എന്നാലും 10 രൂപ പാവപ്പെട്ടവർ കൊടുക്കും. ആർത്തി തീരൂല, പിന്നെ കൂട്ടാ, പിന്നെ വാരി കൂട്ടാനുള്ള ആർത്തി അള്ളാഹു അവന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് മനുഷ്യ, ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അത് കൊടുക്കാനുള്ള ഒരു മനസ്സ് വേണം. അതില്ലാതെ പലർക്കും. എത്രയോ കോടീശ്വരന്മാരുണ്ട്, അള്ളാഹു പടച്ചവന് അങ്ങനെ ഒരു മനസ്സില്ലാത്തവർ. അള്ളാഹു കാക്കുമാറാകട്ടെ. പടച്ച റബ്ബ് കൊടുക്കുന്ന 3ാമത്തെ ശിക്ഷ, ഇങ്ങോട്ട് കേക്ക്. നിന്നെ അള്ളാഹ് വളർത്തിയത് നിന്റെ കഴിവ് കൊണ്ടല്ല, അള്ളാഹു നിന്നെ വളർത്തിയത്. 3ാമത്തെ ശിക്ഷ, നീ ആരെ കുറിച്ചാണോ, നിങ്ങൾ ആരെങ്കിലും എന്നെ കുറിച്ച് അസൂയ വെച്ച നിനക്ക് അള്ളാഹു തരുന്ന 3ാമത്തെ ശിക്ഷ, നിന്റെ കണ്ണിന്റെ മുന്നിൽ അള്ളാഹു എന്നെ വളർത്തി കാണിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞോ, നബി മുഹമ്മദ് മുസ്തഫ. നിന്നെ അള്ളാഹ് ഇങ്ങനെ പന പോലെ വളർത്തും. ഇവൻ ഇങ്ങനെ കണ്ട് മെഴുകുതിരി ഉരുകുന്നത് പോലെ ഉരുകിത്തീരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര സത്യ മനുഷ്യങ്ങൾ ആലോചിക്കുക. നിന്നെക്കാരും ബേജാറ് നിന്റെ അയൽവാസിക്ക.
നിന്നെക്കാലല്ല. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇക്ക നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത്ര ഉയർച്ചയുണ്ടായി. ഞാൻ പറഞ്ഞു, ഒരിക്കലും അല്ല, എനിക്ക് ശത്രുക്കൾ കൂടുതൽ അതുകൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ അള്ള വളർത്തിയത് നിന്റെ കഴിവ് കൊണ്ടല്ല. നിന്റെ അസൂയ വെക്കുന്നവർ, നിന്റെ അയൽവാസി, നിന്റെ കുടുംബക്കാർ, നിന്റെ കൂട്ടുകാർ, അവർ അസൂയ വെക്കുമ്പോ അള്ളാഹു അവന് കൊടുക്കുന്ന പണിയാ നിന്നെ വളർത്തുന്നത്. അള്ളാഹു നമ്മളെ അസൂയ വെക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അപ്പൊ ദുആ ചെയ്യേണ്ടവർക്ക് വേണ്ടി അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അല്ലാതെ അസൂയ വെക്കുന്ന കുറ്റം പറഞ്ഞിടക്കല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ ശിക്ഷ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അള്ളാഹു തൊടുന്നതൊക്കെ ലാഭമാക്കി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അസൂയ വെച്ച് കഴിഞ്ഞാൽ എല്ലാം നഷ്ടത്തിലായിരിക്കും. നീ നിന്റെ കടയിൽ കച്ചവടമില്ല, അയൽവാസിയുടെ കടയിലെ കച്ചവടം കണ്ടുകൊണ്ട് നീ പ്രാപിക്കൊണ്ടിരുന്ന നീ എത്തിയും കാണില്ലാവും, അവൻ അള്ളാഹ് വാരി വാരി കൊടുക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ അയൽവാസിയായ പെണ്ണിന്റെ കൊട്ടാരം കണ്ടിട്ട് നീ കണ്ണു തള്ളണ്ട, അവളെ പ്രാവണ്ട, അവളെ ശപിക്കണ്ട, അവളെ കുറ്റപ്പെടുത്തണ്ട, അവളെ കുറിച്ച് കുറ്റം പറയണ്ട. അസൂയ വെച്ചാൽ അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ? ഇത് ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷയാണ്. എന്റെ പ്രിയമുള്ളവരെ, അസൂയ വെക്കുന്നവര് മനുഷ്യനുണ്ടല്ലോ, എത്ര കിട്ടിയാലും തികയാത്തവരുണ്ടല്ലോ, എത്ര കിട്ടിയാലും തികയാത്തവരുണ്ടല്ലോ. അല്ലാഹു അവർക്ക് കൊടുക്കുന്ന പരീക്ഷണം എന്താണ്? വഇല്ലമ തർലാ ബിമാ കസംദലക സല്ലല്ലാഹു അലൈക ദുനിയാ ഹത്താ തർഖുല ഫീഹാ കറഖലി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, പടച്ചറപ്പവനെ ദുനിയാവിൽ പിടിച്ച് കെട്ടിയിടുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതാ വന്യമൃഗങ്ങളെ പിടിക്കുന്നതിന് വേണ്ടി കാട്ടിൽ മൃഗങ്ങളെ കടന്ന് ഓടുന്നത് പോലെ ഇവൻ ദുനിയാവിന്റെ പുറകെ ഓടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പണമുണ്ടോ എന്ന് ചോദിച്ചാ കോടികളുണ്ട്, കേറി കിടക്കാറ് കൊട്ടാരമുള്ള വീടുണ്ട്, ഭാര്യയും മക്കളും കൂടെയുണ്ട്, കഴിക്കാൻ ഒരുപാട് ഭക്ഷണമുണ്ട്. പക്ഷേ തിന്നാ വയറ് നിറയൂല, എത്ര കിട്ടിയാലും മതി വരൂല. പിന്നെയും പിന്നെയും ഇങ്ങനെ പരക്കം പായുകയാ. ഇങ്ങനെ പാഞ്ഞു പാഞ്ഞ് അവന്റെ ജീവിതം തീർന്നു പോകുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പട്ടിണിയാണെങ്കിലും സന്തോഷമുണ്ടാകണം. പണമുണ്ടെങ്കിലും പണമില്ലെങ്കിലും, വീടുണ്ടെങ്കിലും വീടില്ലെങ്കിലും, കഴിക്കാൻ ഭക്ഷണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, എന്റെ പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ കഴിയണം. അള്ളാഹു നിനക്ക് ഇത്ര തന്നല്ലോ, പടച്ചവനെ, നിനക്ക് വാടക വീടാണ് പടച്ചറപ്പ് തരുന്നതെങ്കിൽ നീ ചിന്തിക്കണം, പടച്ചവനെ, ഇതുപോലും ഇല്ലാത്ത എത്രയോ പേര് കടത്തിണ്ണയിൽ കിടക്കുന്ന അല്ലാ, എനിക്ക് പടച്ചറപ്പ് വാടകയ്ക്കാണെങ്കിലും ഒരു വീട് തന്നല്ലോ. കൊട്ടാരം കാണുമ്പോ നീ ചിന്തിക്കണം, പടച്ചവരെ, മഴ പെയ്യുമ്പോ നനയാതെ കിടക്കാൻ ഒരു കുടിലെനിക്ക് പടച്ചുറപ്പ് തന്നല്ലോ. അസൂയ വേണ്ട ചെറുപ്പക്കാരാ, മോനെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം പൊന്നുമോന്. അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീവി പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകനെ കാണുന്നില്ല. എന്റെ കൂടെ കിടന്ന പ്രവാചകനെ പാതിരാത്രി നോക്കുമ്പോ കാണുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. ആയിഷ ബീവി തെരഞ്ഞു നടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എവിടെ? എന്റെ ഭർത്താവ് പാതിരാത്രി എവിടെയാണ് ഇറങ്ങിപ്പോയത്? മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിൽ പോയതാടോ? ആയിഷ ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. അതാ പാതിരാത്രി നോക്കുമ്പോ മസ്ജിദുൻ നബവിക്കകത്തൊരു തേങ്ങൽ കേൾക്കുകയാ. ആരോ കടന്ന് കരയുകയാണ്, ആരോ കടന്ന് ദുആ ചെയ്യുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചെന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അടുത്ത് ചെന്ന് നോക്കുകയാണ്, എന്താണ് എന്റെ ഭർത്താവ് പാതിരാത്രി സുജൂദിൽ കിടന്ന് പറയുന്നത്? അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുമ്മ ഹീനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ. അല്ലാഹുവേ, ഒരു പാവപ്പെട്ടവനായി എന്നെ ഈ ദുനിയാവിൽ ജീവിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ഒരു
പാവപ്പെട്ടവനെ പോലെ എന്നെ ഈ ദുനിയാവിൽ നീ ജീവിപ്പിക്കണേ പടച്ചവര്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനെക്കാളും പാവപ്പെട്ട ഒരു മനുഷ്യനും ലോകത്തില്ല. അതുപോലെ പട്ടിണി കിടന്ന ഒരു കുടുംബവുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകന് ആയിഷാ ബീബി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, വയറ്റത്ത് കൈവച്ചിട്ട് അള്ളാന്റെ റസൂൽ വീട്ടിലേക്ക് കയറി വരും. വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീടിനകത്തേക്ക് വരുന്നത്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റിലെ കൈ കൊണ്ട് പിടിച്ചിട്ടാണ് വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുന്നു, ആയിഷ എനിക്ക് തിന്നാൻ വല്ലതും ആയിഷ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇല്ല എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് വീടിന്റെ മൂലയിൽ പോയിട്ട് ചുരുണ്ട് കിടക്കുകയാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ചുരുണ്ട് കിടക്കുകയാ. ആയിഷാ ബീബി റളിയല്ലാഹു തആല സഹിക്കാൻ കഴിയാതെ പ്രവാചകന്റെ വയറിന്റെ മുകളിൽ ഇങ്ങനെ കൈവച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ കരയുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അവരുടെ ജീവിതം വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. അവരുടെ കുടുംബജീവിതം വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പടച്ചവനെ ഒരു ദിവസം വീട്ടിലൊരു ചപ്പാത്തി ഉണ്ടാക്കി, അവിടെ നിന്നൊരു റൊട്ടി ഉണ്ടാക്കി. പടച്ചവനെ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നതിന് വേണ്ടി ആ റൊട്ടി എടുത്ത് പാത്രത്തിൽ വെക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട വാപ്പാനെ ഓർക്കുകയാണ്. പടച്ചവരെ, എന്റെ കയ്യിൽ ആകെയുള്ളതൊരു ചപ്പാത്തിയാണ്. തന്റെ ഭർത്താവും രണ്ട് മക്കളും മുന്നിലിരിക്കുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ആ കിട്ടിയ ഒരു റൊട്ടി പടച്ചവനെ വെള്ള മാവ് വെച്ചൊരു റൊട്ടി ഉണ്ടാക്കി. അത് കഴിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോ ഫാത്തിമയുടെ കണ്ണ് നിറയുകയാ. അലിയാര് തങ്ങൾ ചോദിച്ചു, എന്തേ ഫാത്തിമ, എന്തേ ഫാത്തിമ, എന്റെ വാപ്പ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസമായല്ലോ. അല്ലാഹുവേ, കയ്യിലിരുന്ന ഒരു റൊട്ടി രണ്ടായിട്ട് കീറുകയാണ്. എന്നിട്ട് തന്റെ ഭർത്താവിന്റെയും മക്കളുടെ മുന്നിൽ പകുതി വെച്ചിട്ട് പകുതി ചപ്പാത്തിയുമായി അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പ്രവാചകന്റെ കയ്യിൽ പകുതി ചപ്പാത്തി കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, വാപ്പാ, ഞാൻ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാ വാപ്പാ, എന്റെ വാപ്പ ഇത് കഴിക്കെന്ന് പറഞ്ഞു പകുതി ചപ്പാത്തി അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോ പ്രവാചകന്റെ കണ്ണ് നിറയുകയാ. അള്ളാന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, വാപ്പാ എന്തിനാണ് കരയുന്നത്, എന്റെ വാപ്പ എന്തിനാണ് കരയുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകം തന്റെ പൊന്നുമോളെ അടുത്തേക്ക് പിടിച്ചു, തന്റെ പൊന്നുമോളെ അടുത്തേക്ക് പിടിച്ചു. എന്നിട്ട് ചെവിയിൽ പറയുന്നു, ഫാത്തിമ, 3 ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഞാനൊരു ഭക്ഷണം കാണുന്നത് ഫാത്തിമ. 3 ദിവസത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനൊരു ഭക്ഷണം കാണുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം പെണ്ണ്, അല്ലാതെ എത്ര കിട്ടിയാലും തീരാതെ പടച്ചവനെ ആർത്തിയോടെ നടക്കുന്നതിൽ കാര്യമില്ല. പടച്ചറപ്പ് എന്ത് തരട്ടെ, അള്ളാഹു നിനക്ക് പണം തന്നാലും തന്നില്ലെങ്കിലും പടച്ചവൻ നിനക്ക് പട്ടിണിയാണ് തരുന്നത്. നിനക്ക് അള്ളാഹു വീട് തരുന്നില്ല, അള്ളാഹു നിനക്ക് മക്കളെ തരുന്നില്ല, അള്ളാഹു നിനക്ക് മാരക രോഗമാണ് തന്നത്. എന്ത് തന്നാലും കുറ്റം പറയല്ലേ ചെറുപ്പക്കാരാ. എന്ത് പരീക്ഷണം തന്നാലും നീ പടച്ചുറപ്പിനെ കുറ്റപ്പെടുത്തല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എനിക്കും നിങ്ങൾക്കും അറിയുമല്ലോ. ആരാ അയ്യൂബ് നബി? ആരാ അയ്യൂബ് നബി? ആരാ അയ്യൂബ് നബിയുടെ ജീവിതം കണ്ടിട്ട് മലക്കുകൾ പോലും പടച്ചവരെ പുകഴ്ത്തുമായിരുന്നു. അയ്യൂബ് നബിയുടെ ജീവിതം കണ്ടിട്ട് ശൈത്താന് പോലും അസൂയ തോന്നുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം കണ്ടിട്ട് ശൈത്താന് അസൂയ തോന്നണമെങ്കിൽ അത് എങ്ങനെയുള്ള ജീവിതമായിരിക്കും? അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതം കണ്ടിട്ട് ശൈത്താൻ പോലും അസൂയ തോന്നുകയാ. അല്ലാഹുവോട് പറഞ്ഞു, അല്ലാ, അയ്യൂബിന് നീ അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ് അയ്യൂബ് നിന്നെ ഓർക്കുന്നത്. ഒരു പരീക്ഷണം കൊടുത്താ നിന്നെ മറക്കും പടച്ചവര്. അല്ലാഹു പറഞ്ഞു, ഒരിക്കലും എന്റെ അയ്യൂബ് എന്നെ മറക്കൂല. ഇല്ല പടച്ചവര്, പരീക്ഷണം കൊടുത്താ മറക്കും പടച്ചവര്. എന്റെ പ്രിയമുള്ളവര്, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്തു. 80 വർഷക്കാലം രാജാവിനെ പോലെ പടച്ചവരെ കൊട്ടാരങ്ങൾക്ക് നടുവില് ഭാര്യമക്കളുടെ കൂടെ ഒരിക്കൽ പോലും പട്ടിണി എന്തെന്നറിയാതെ കടിഞ്ഞ പ്രവാചകനാ
മഹാനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. 81 കൊല്ലം സുഖിച്ച് ജീവിച്ചു. ഒരു ദിവസം രാവിലെ നോക്കുമ്പോ തന്റെ കൃഷിയിടങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാവുകയാ. തന്റെ വീടിടിഞ്ഞ് വീഴുകയാണ്. പല ഭാര്യയും മക്കളും മരിച്ചു. പടച്ചവനെ എല്ലാം നഷ്ടപ്പെടുകയാണ്. ഇന്നലത്തെ കോടീശ്വരന് ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊന്നും തന്റെ കയ്യിലില്ല. എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോ ശൈത്താൻ ചോദിച്ചു, അയ്യൂബേ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? ആ സമയത്ത് അയ്യൂബ് നബി പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹു എല്ലാം തന്നു. അല്ലാഹു തന്നെ തിരിച്ചെടുത്തു. പടച്ചവനെ ശൈത്താൻ അവിടെ പരാജയപ്പെടുകയാണ്. എന്നിട്ട് അല്ലാഹു അയ്യൂബ് നബിക്ക് പിന്നെയും ഒരു പരീക്ഷണം കൊടുത്തു. ഒരു മാരക രോഗമാണ് കൊടുത്തത്. ഒരാൾക്കും ഇന്ന് വരെ കൊടുക്കാത്ത രോഗം. പടച്ചവരെ ശരീരം ഇങ്ങനെ പഴുത്തു പൊങ്ങുകയാണ്. ശരീരം ഇങ്ങനെ പഴുത്തു പൊങ്ങുകയാണ്. പൊട്ടി ഒലിക്കുകയാണ്. ശരീരത്തിൽ നിന്ന് ദുർഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. നാട്ടുകാരും കുടുംബക്കാരും മുഴുവനും ദുർഗന്ധം സഹിക്കാതെ ഓടുകയാണ്. ഒരു മനുഷ്യനും അടുത്ത് വരുന്നില്ല. രോഗം പടരുമെന്ന് പേടിച്ച് എല്ലാവരും മാറുകയാണ്. അവസാനം അയ്യൂബ് നബി അലൈഹിസ്സലാം 81 വർഷക്കാലം അല്ലാഹുവേ സന്തോഷത്തോടെ സുഖിച്ച് ജീവിച്ചിരുന്ന നാട്ടിൽ നിന്ന് നാട്ടുകാരും കുടുംബക്കാരും അടിച്ചിറക്കുകയാ. അയ്യൂബ് നബി നടന്നു പോകുമ്പോ കൂടെ ഒരേ ഒരു ഭാര്യ നടന്നു. കൂടെ ഒരേ ഒരു ഭാര്യ പോയി. പടച്ചവനെ എല്ലാം നഷ്ടപ്പെട്ടാലും ഭർത്താവിന്റെ കൂടെ പോവുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരു തലവേദന വരുമ്പോ കുറ്റം പറയുന്ന മുസ്ലിമേ, ഒരു പനി വരുമ്പോ, ഒരു എന്തെങ്കിലും ഒരു വേദന വരുമ്പോ പടച്ചറപ്പിനോട് പരാതി പറയുന്ന മുസ്ലിമേ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു പരീക്ഷണം കൊടുത്തു. അവിടെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്. എല്ലുവെളിയിൽ കാണുകയാണ്. എല്ലുവെളിയിൽ കാണുകയാണ്. അയ്യൂബ് നബി ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോ ഭാര്യ വന്നിട്ട് പറയുന്നു, നബിയേ നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ. നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താ ഈ രോഗമൊന്ന് മാറ്റി തരണേ എന്ന് ദുആ ചെയ്താ അല്ലാഹു മാറ്റി തരുമല്ലോ. നിങ്ങൾ എന്തേ ഒരു ദുആ ചെയ്യാത്തത്? നിങ്ങൾ എന്തേ ഒരു ദുആ ചെയ്യാത്തത്? അയ്യൂബ് നബി പറഞ്ഞ മറുപടി, പെണ്ണ് 81 വർഷം അല്ലാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്നു. എനിക്ക് ആരോഗ്യം തന്നു. എനിക്ക് ഭാര്യ മക്കളെ തന്നു. എനിക്ക് കൊട്ടാരം തന്നു. എനിക്ക് പണം തന്നു. എല്ലാം എനിക്ക് പടച്ചുറപ്പ് തന്നു. ഇന്ന് വരെ എന്തിനാണ് റബ്ബേ ഇതെനിക്ക് തന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല. നീ ചോദിക്കാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇന്ന് അല്ലാഹു എനിക്കൊരു പരീക്ഷണം തന്നപ്പോ റബ്ബിനോട് പരാതി പറയാ എന്നെ കൊണ്ട് കഴിയില്ല പെണ്ണ്. നോക്കി നോക്കി മടുത്തെങ്കിലും നിനക്ക് നിന്റെ വഴിയെ പോകാ. എന്റെ പ്രിയപ്പെട്ട ബാപ്പാ, ഒരു ചെറിയ തലവേദനയുടെ പേരിൽ കുറ്റപ്പെടുത്തുന്ന ബാപ്പാ, 18 കൊല്ലമാണ് അയ്യൂബ് നബി ഇങ്ങനെ നടന്നത്. 1 വർഷവും 2 വർഷവുമല്ല. ഈ രോഗവുമായിട്ട് 18 കൊല്ലം നടന്നിട്ട് ഒരിക്കൽ പോലും അല്ലാ ഇതൊന്ന് ശിഫയാക്കി താ അല്ലാ എന്ന് ദുആ ചെയ്തില്ല എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തരുന്നത് എന്താകട്ടെ അത് സന്തോഷമാകട്ടെ.